ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറി ആയിട്ടുള്ള സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറിയാണ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഗ്രോത്തും അവരുടെ ടെക്നിക്സ് എന്താണ്, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് എന്താണ്, ക്രിറ്റിസിസം എന്താണ്, ഇതാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഗ്രോത്തിനെ കുറിച്ച്, അതിൻ്റെ വളർച്ചയെക്കുറിച്ച് ആദ്യം തന്നെ നമുക്ക് നോക്കാം. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ശകലത്തിലാണ് ഫെഡറിക് വിൽസൺ ടൈലർ ഈ ഒരു സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ അവതരിപ്പിക്കുന്നത്. പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ ആദ്യത്തെ സമന്വയമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോഹറൻറ്റ് തിയറിയാണ് ഈ ഒരു സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി എന്നുള്ളത്. ടൈലർ എന്ന് പറയുന്നത് ഈ ഒരു തിയറിയുടെ ഉപജ്ഞാതാവല്ല. അദ്ദേഹത്തിന് മുമ്പ് ചാൾസ് ബാബേജ്, ഹെൻറി ടൗൺ, ഫ്രെഡറിക് ഹെൻറി മെറ്റ്കാഫ് എന്നിവർ ചില ശാസ്ത്രീയ മാനേജ്മെൻറ്റ് രീതികളും സാങ്കേതിക വിദ്യകളും വികസിപ്പിക്കുകയും ഇത് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ടൈലറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ശാസ്ത്രീയ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നുള്ള പദം ആദ്യമായി ഉപയോഗിച്ചിട്ടുള്ളത് ലൂയിസ് ബ്രാൻഡിസ് ആണ്. പക്ഷേ സംഘടനാ കാര്യക്ഷമതയിലും സമ്പദ് വ്യവസ്ഥയിലും പ്രോത്സാഹിപ്പിക്കാനുള്ള ശാസ്ത്രീയ രീതികളും സാങ്കേതികളെക്കുറിച്ചും പൂർണ്ണമായും ചിട്ടയുമായുള്ള വിശദീകരണം നൽകാൻ ടൈലറിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ശാസ്ത്രീയ മാനേജ്മെൻറ്റ് പിതാവായിട്ട് കണക്കാക്കുന്നു. അതായത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഫാദറായിട്ട് ടൈലറിനെ കണക്കാക്കുന്നു. ശാസ്ത്രീയ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സയൻറ്റിഫിക് തിയറി എന്നുള്ളത് ടൈലറിസം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ വളർച്ചയിൽ ടൈലറുടെ സംഭാവന എന്ന് പറയുന്നത് വളരെ വലുതാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളായിട്ടുള്ള എ പീസ് റേറ്റ് സിസ്റ്റം, ഷോപ്പ് മാനേജ്മെൻറ്റ്, ആർട്ട് ഓഫ് കട്ടിംഗ് മെറ്റൽസ് എന്നിവ ഇതിന് ഉദാഹരണമാണ്. ടൈലറുടെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് സിദ്ധാന്തം എന്ന് പറയുന്നത് പ്രധാനമായും 3 അസംഷൻസിൻ്റെ അല്ലെങ്കിൽ 3 അനുമാനങ്ങളുടെ അടിസ്ഥാനമാക്കിയിട്ടാണ് ടൈലർ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറിയെ വികസിപ്പിച്ചിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ എന്ന് പറയുന്നത് ദ ഓർഗനൈസേഷൻ ഫംഗ്ഷൻ ക്യാൻ ബി ഇംപ്രൂവ്ഡ് വിത്ത് ആപ്ലിക്കേഷൻ ഓഫ് സയൻറ്റിഫിക് മെത്തേഡ്സ് എന്നുള്ളതാണ്. അതായത് ശാസ്ത്രീയപരമായിട്ടുള്ള രീതികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് ഒന്നാമത്തെ അസംഷനായിട്ട് ടൈലർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏതൊരു ഓർഗനൈസേഷനും ബൈ സയൻറ്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ഏതൊരു ഓർഗനൈസേഷനും ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് ടൈലർ മുന്നോട്ട് വയ്ക്കുന്ന ആദ്യത്തെ അസംഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ അസംഷൻ എന്ന് പറയുന്നത് എ ഗുഡ് വർക്കർ ഈസ് വൺ ഹൂ ഡസ് നോട്ട് ഇനീഷ്യേറ്റീവ് ആക്ഷൻ ബട്ട് ആക്സെപ്റ്റ് ദ ഓർഡേഴ്സ് ഓഫ് ദി മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. അതായത് ഒരു നല്ല തൊഴിലാളി എന്നുള്ളത് ടൈലർ കണക്കാക്കുന്നത് എപ്പോഴും മാനേജേഴ്സിൻ്റെ ഓർഡേഴ്സ് സ്വീകരിക്കുന്ന ഒരാളെയാണ് ഒരു നല്ല വർക്കറായിട്ട് ടൈലർ കണക്കാക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ തൊഴിലാളിയും, അതായത് എവരി വർക്കർ ഈസ് എൻ എക്കണോമിക് മാൻ ദാറ്റ് ഹീസ് മോട്ടിവേറ്റഡ് ബൈ മോണിറ്ററി ഫാക്ടേഴ്സ് എന്നുള്ളതാണ്. അതായത് ഓരോ തൊഴിലാളിയും ഒരു സാമ്പത്തിക മനുഷ്യനാണ്. അതായത് അവൻ പണഘടകങ്ങളാൽ പ്രചോദനാണ്. അതായത് ഏതൊരു തൊഴിലാളിയെയും മോട്ടിവേറ്റ് ചെയ്യുന്നത് മോണിറ്ററി ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പണമാണ് എന്നുള്ളതാണ് ടൈലറിൻ്റെ മറ്റൊരു അസംഷൻ എന്നുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ്. അതായത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തത്വങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. പ്രധാനമായിട്ടുള്ള തത്വങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സയൻസ് നോട്ട് ദ റൂൾ ഓഫ് തമ്പ് എന്നുള്ളതാണ്. അതായത് റൂൾ ഓഫ് തമ്പ് രീതിയല്ല, ജോലിയുടെ ശാസ്ത്രീയപരമായിട്ടുള്ള വിശകലനത്തിലൂടെ എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾസ്. അതായത് 2 തരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ ട്രഡീഷണലായിട്ട് പിന്തുടരുന്ന അല്ലെങ്കിൽ പിന്തുടരുന്ന മെത്തേഡ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് എന്താണോ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസിൻ്റെയും കാഴ്ചപ്പാടിൻ്റെയും അടിസ്ഥാനത്തിൽ തത്വങ്ങൾ രൂപീകരിക്കാനാണ് പലപ്പോഴും ഓൾഡ് രീതിയിൽ മാനേജ്മെൻറ്റ് ശ്രമിക്കുന്നത്. എന്നാൽ ഈ ഒരു പ്രിൻസിപ്പിൾസിനെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എതിർക്കുകയും ഒരു സയൻറ്റിഫിക് രീതിയിലൂടെ അല്ലാതെ അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള വിശകലനത്തിലൂടെ മാത്രമാണ് തത്വങ്ങൾ രൂപീകരിക്കാൻ സാധിക്കൂ, അല്ലെങ്കിൽ അങ്ങനെ രൂപീകരിച്ച തത്വങ്ങൾ മാത്രമാണ് നിലനിൽക്കൂ എന്നുള്ളതാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി മുന്നോട്ട് വയ്ക്കുന്ന ഒന്നാമത്തെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അതായത് സയൻസ് നോട്ട് ദി റൂൾ ഓഫ് തമ്പ് എന്നുള്ളതാണ് അവർ ഒന്നാമത്തെ പ്രിൻസിപ്പിളായിട്ട് പറയുന്നത്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾസ് വെച്ചാൽ ഹാർമണി നോട്ട് ഡിസ്കാർഡ്, ഐക്യം വിയോജിപ്പല്ല. അതായത് ഒരു സ്ഥാപനത്തിനുള്ളിൽ വർക്കേഴ്സും അതുപോലെ തന്നെ മാനേജേഴ്സും ഐക്യം ഉണ്ടാകണമെന്നുള്ളതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നത്. അവർ തമ്മിലുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള സൗഹാർദ്ദം ഈ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഉണ്ടാകണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. ഈ ഒരു സൗഹാർദ്ദം എന്ന് പറയുന്നത് മാനേജേഴ്സിനും വർക്കേഴ്സിനും ഗുണം മാത്രമാണ്, മെറിറ്റ് മാത്രമാണ് ഉണ്ടാക്കുകയുള്ളൂ എന്നുള്ളത് ടൈലർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.
മൂന്നാമത്തെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് മെൻ്റൽ റെവല്യൂഷൻ എന്നുള്ളതാണ്. മാനസിക വിപ്ലവം എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രിൻസിപ്പിളായിട്ട് അദ്ദേഹം പറയുന്നത്. അതായത് മാനേജേഴ്സിൻ്റെയും തൊഴിലാളികളുടെയും മനോഭാവത്തിൽ കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ മെൻ്റൽ റെവല്യൂഷൻ ഉണ്ടാകണം എന്നുള്ളതാണ് ടൈലർ മുന്നോട്ട് വയ്ക്കുന്ന മൂന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇവർ സഹകരണത്തോടെയും അതുപോലെ തന്നെ പരസ്പര വിശ്വാസത്തോടെയും പങ്കാളിത്തത്തോടെയും പ്രവർത്തിപ്പിക്കണം എന്നുള്ളതാണ് ടൈലർ പറയുന്നത്. ഇത് സ്ഥാപനത്തിൻ്റെ ലാഭകരത്തിന് മാത്രമാണ് സഹായിക്കുള്ളൂ എന്നുള്ളതാണ് ടൈലർ മുന്നോട്ട് വയ്ക്കുന്ന മെൻ്റൽ റെവല്യൂഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ എന്ന് പറയുന്നത് കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. ഇത് നമ്മൾ ആദ്യത്തെ പറഞ്ഞത് വെച്ച് തന്നെ നമുക്ക് പറയാം. അതായത് ഒരു സഹകരണത്തോടെയുള്ള മനോഭാവമാണ് വർക്കേഴ്സിനും മാനേജേഴ്സിനും വേണ്ടത്, അല്ലാണ്ട് ഇൻഡിവിജ്വലായിട്ട് എല്ലാ ഓർഗനൈസേഷനും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അഞ്ചാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് എവരി പേഴ്സൺ ടു ഹിസ് ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി എന്നുള്ളതാണ്. അതായത് എല്ലാവരെയും തന്നെ ഒരു ഓർഗനൈസേഷനിൽ എല്ലാവരെയും തന്നെ ട്രെയിൻ ചെയ്തും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ടെക്നിക്സുകൾ കൊടുത്തും ഒരു കൃത്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാക്കണം എന്നുള്ളതാണ് ഈ ഒരു അഞ്ചാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നത്. മികച്ച സമ്പ്രദായങ്ങളും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയും പഠിക്കുക, അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവനക്കാരുടെ കഴിവ് വർദ്ധിപ്പിക്കുക, എല്ലാവരുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ടൈലർ മുന്നോട്ട് വയ്ക്കുന്ന അഞ്ചാമത്തെ പ്രിൻസിപ്പിൾ. ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങൾ ഉപയോഗിക്കാനായി കുറേയധികം ടെക്നിക്സുകൾ ഇവർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്സിൻ്റെ ടെക്നിക്സ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു തൊഴിലാളിയെ എത്ര മാനേജേഴ്സ് സൂപ്പർവൈസ് ചെയ്യണമെന്നുള്ളതാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൻ്റെ അടിസ്ഥാനം. ഇവിടെ ടൈലർ നിർദ്ദേശിക്കുന്നത് 8 മാനേജേഴ്സ് ഒരു തൊഴിലാളിയെ സൂപ്പർവൈസ് ചെയ്യണമെന്നാണ്, അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കണമെന്നാണ് ടൈലർ നിർദ്ദേശിക്കുന്നത്. അതായത് ഇത് യൂണിറ്റ് ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് ഒരു സൂപ്പർവൈസർ മാത്രമാണ് ഒരു വർക്കറിനെ മേൽനോട്ടം വഹിക്കാൻ പാടുള്ളൂ എന്നുള്ള തിയറിയാണ് യൂണിറ്റ് ഓഫ് കമാൻഡ് എന്നുള്ളത്. ഈ യൂണിറ്റ് ഓഫ് കമാൻഡിന് എതിരായിട്ടാണ് ഈ ഒരു ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ടൈലർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ 8 മാനേജേഴ്സാണ് ഒരു തൊഴിലാളിയെ സൂപ്പർവൈസ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. രണ്ടാമത്തെ ടെക്നിക്സ് എന്ന് പറയുന്നത് മോഷൻ സ്റ്റഡി എന്നുള്ളതാണ്. അതായത് ജോലി രീതിയുടെ ഒരു സ്റ്റാൻഡർഡൈസേഷനാണ് മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ജോലിയിൽ ഉൾപ്പെടുന്ന എല്ലാ ചലനങ്ങളും നിരീക്ഷണത്തെ തുടർന്ന് മനസ്സിലാക്കുകയും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ചലനം ഏതാണെന്ന് മനസ്സിലാക്കിയെടുക്കുകയും ആ ഒരു ചലനം സ്റ്റാൻഡർഡൈസേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് മോഷൻ സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതി അല്ലെങ്കിൽ ഏറ്റവും സയൻറ്റിഫിക് ആയിട്ടുള്ള രീതി ഏതാണെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ചിട്ട് ഒരു സ്റ്റാൻഡർഡൈസേഷൻ തീരുമാനിക്കുകയും ചെയ്യുന്നതിനാണ് മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടെക്നിക്സാണ് ടൈം സ്റ്റഡി എന്നുള്ളത്. അതായത് ഒരു ജോലി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ടൈം തീരുമാനിക്കാനാണ് ടൈം സ്റ്റഡി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ജോലിക്ക് എത്രമാത്രം സമയമെടുക്കും, ഏറ്റവും ഫാസ്റ്റായിട്ട് എങ്ങനെയാണ് ജോലി ചെയ്ത് തീർക്കാനാകുക എന്നുള്ള ഒരു കണ്ടെത്തുന്ന സ്റ്റഡിയാണ് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. അടുത്തൊരു ടെക്നിക്സാണ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് പ്ലാൻ എന്നുള്ളത്. ചലനത്തിൻ്റെയും സമയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് നൽകുന്ന വേതനം നിശ്ചയിക്കുന്നതിനെയാണ് പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് സാലറിയുടെ സ്കെയിൽ എന്ന് പറയുന്നത് ഈ ഒരു സമയത്തിൻ്റെയും പ്രൊഡക്ഷൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് പറയുന്നുണ്ട്. എത്ര പീരീഡിനുള്ളിലാണ് ഒരു വർക്ക് ചെയ്ത് തീർക്കാൻ കഴിയുന്നത്, അതിനടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം അതിൻ്റെ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിനെയാണ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്ന് അറിയപ്പെടുന്നത്. ഇത്തരം ടെക്നിക്സുകളാണ് പ്രധാനമായിട്ടും സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഉൾപ്പെടുത്തുന്നത്. നമുക്ക് ഈ ടെക്നിക്സുകളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഓർഗനൈസേഷനിനുള്ളിൽ എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ എത്രത്തോളം മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കാം എന്നുള്ളതിൽ ഊന്നിയിട്ടാണ് ടൈലർ ഈ എല്ലാ ടെക്നിക്സും തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു തിയറിൻ്റെ ലാസ്റ്റ് ഭാഗം നമുക്കിതിൻ്റെ വിമർശനങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒന്നാമത്തെ ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് താഴെ നിലയിലുള്ള കേന്ദ്രീകരണം മാത്രമാണ് ഈ ഒരു തിയറി, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് കൂടുതൽ വർക്കേഴ്സിനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു പഠനം മാത്രമായിരുന്നു
സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി എന്നുള്ളതാണ് ഒന്നാമത്തെ ക്രിറ്റിസിസമായിട്ട് പറയുന്നത്. രണ്ടാമത്തെ ക്രിറ്റിസിസം പറയുന്നത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി ഒരു മെക്കാനിക്കൽ തിയറി ആയിട്ട് വിമർശിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ഒരു ഓർഗനൈസേഷനുള്ളിലെ മാനുഷിക മൂല്യങ്ങൾക്കൊന്നും തന്നെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്നുള്ളത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിറ്റിസിസമായിട്ട് നമുക്ക് പറയുന്നുണ്ട്. മൂന്നാമത്തെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മോട്ടിവേഷൻ എന്നുള്ളത് എക്കണോമിക്ക് മാത്രമായിട്ട് ആണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി കണക്കാക്കിയത്. മറ്റു മോട്ടിവേഷൻസ് ഒന്നും തന്നെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി കണക്കാക്കില്ല എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു ക്രിറ്റിസിസമായിട്ട് പറയുന്നുണ്ട്. നാലാമത്തെ ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഉൽപാദനവുമായി ബന്ധപ്പെട്ട തൊഴിലാളിയുടെ പെരുമാറ്റത്തിൽ മാത്രമാണ് ശ്രദ്ധ ചെലുത്തിയെന്നാൽ അതുകൊണ്ട് തന്നെ ഇതിനെ സൈമണും മാർച്ചും ഇതിനെ ഫിസിയോളജിക്കൽ ഓർഗനൈസേഷൻ തിയറി എന്നുകൂടി വിശേഷിപ്പിക്കുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ഒരു തൊഴിലാളിയുടെ മെൻ്റലായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ ഈ ഒരു സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്നുള്ളതാണ് മാർച്ചും സൈമണും മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഫിസിയോളജിക്കൽ തിയറി എന്ന് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറിനെ കുറിച്ചിട്ട് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എഴുതേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേഷനിൽ തന്നെ ഒരു ഫസ്റ്റത്തെ ഒരു തിയറി ആയിട്ടാണ് നമ്മൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറിനെ കണക്കാക്കുന്നത്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറിയിലൂടെ ഒരു യൂണിവേഴ്സലായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ സാധ്യമാകുമെന്നുള്ള കാഴ്ചപ്പാടാണ് ടൈലർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്.